നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദേ, പെട്ടെന്ന് കഴിച്ചിട്ടിറങ്ങിയാൽ നമുക്ക് സിനിമയ്ക്ക് കയറാം. ലേറ്റായ നമുക്ക് അടുത്ത ഷോയ്ക്ക് പോവാന്നേ. നീ ധൈര്യമായിട്ട് വാ. ദാ അവിടെ ഇരിക്കാം. സോറിയോ? എന്ത് സോറി? പെൺകുട്ടികളുടെ ദേഹത്ത് മനഃപൂർവ്വം വന്ന് തട്ടിയിട്ട് അങ്ങ് പോവാണ് താൻ. സോറി പറഞ്ഞല്ലോ ബായി. സോറി പറഞ്ഞ അതോടെ എല്ലാം കഴിഞ്ഞതാണോ? അല്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ദേഹത്തൊന്ന് തട്ടിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. പെണ്ണുങ്ങളെ കണ്ട നീയൊക്കെ ദേഹത്ത് തട്ടും, എന്നിട്ടൊരു സോറിയും പറയും. നിനക്ക് എന്തിന്റെ ക്രിമേഡിയാ? അനാവശ്യം പറയല്ലേ, പറഞ്ഞേക്കാം. വിരലി ചൂടി സംസാരിക്കുന്നോടാ. ദേഹത്തോട്ട് കളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഓഹോ, നിനക്കൊക്കെ അന്യ സ്ത്രീകളുടെ ദേഹത്ത് തുറന്നതിന് കുഴപ്പമില്ലല്ലേ? അത് ചോദിക്കുന്നതാണ് പ്രശ്നം, അല്ലടാ? വിട്, എന്താ പ്രശ്നം? ഇവനെന്റെ വൈഫിനെ കയറി പിടിച്ചു. പിടിച്ചെന്നാ? നാണല്ലോ എനിക്ക് ഇതൊക്കെ പറയാനായിട്ട്. അറിയാതെ ഒന്ന് ദേഹത്ത് തട്ടിപ്പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതിന് ഞാൻ സോറിയും പറഞ്ഞതാ. അറിയാതെ ഒന്നുമല്ല, ഇയാൾ മനഃപൂർവ്വം ചെയ്തു തന്നെയാ. മുഖത്ത് നോക്കി കള്ളം പറയുന്ന പെണ്ണല്ലേ വർഗം. കള്ളത്തരം എന്ന് പറയുന്നത് വിരൽ തുമ്പിൽ പോലെയുള്ള വർഗമാണല്ലോ നിങ്ങളൊക്കെ. ഇങ്ങനെ കളിച്ചിരിച്ച് കൂടെ കൂടെ നടന്നോ, സ്നേഹിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാ കണ്ടില്ല, ഇപ്പൊ തന്നെ പച്ച കള്ളോ പറയുന്നത്. ഇതുപോലെ 8ന്റെ പണി നിനക്ക് കിട്ടുകയും ചെയ്യും. തേച്ചിട്ട് ഇവിടെ നൈസായിട്ട് അങ്ങ് പോകും. തോന്നി ദിവസം പറയുന്നോടാ. വിട്. ഇതിനകത്ത് മേളം വെക്കാനും പറ്റില്ല. നിങ്ങക്ക് അടി ഉണ്ടെങ്കിലേ ഇറങ്ങി റോഡിൽ പോയിക്കോണം. റോഡിൽ പോയിക്കോ. ഇറങ്ങിയോ? വാടങ്ങോട്ട് നടക്ക്. നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. നീ എന്ത് ചെയ്യുന്ന എനിക്കൊന്ന് കാണണമല്ലോ. വാടാ, എവിടെന്ന് വെച്ചാ ഞാനും വരാം. വാടാ. രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു എന്ന് കരുതി ഒരു കാര്യം നടക്കാൻ പോണില്ല. എനിക്കിതിലൊന്നും വലിയ വിശ്വാസവും ഇല്ല. ഇത്രയും കാലം നിന്റെ വിശ്വാസം അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ? ഒന്നും നടന്നില്ലല്ലോ. ഇനി ദൈവത്തിന്റെ വഴിയിലേക്ക് നോക്കാം. എന്തെങ്കിലും ഒരു മാർഗം ദൈവം കാണിച്ചു തന്നോളും. എന്താ പ്രശ്നം? എന്റെ പെണ്ണിനെ കുറ്റം പറയാൻ നീ ആരാടാ? വിടാനാടാ പറഞ്ഞ. ഇടിമോളെ, ആ തല്ല് കൂടുന്നത് ആരാന്ന് കണ്ടോ? ഞാനുണ്ടല്ലോ. അയ്യോ ചേട്ടാ, വേറെ വീട് വിട്ടേ കേട്ടാ. ചേട്ടാ വാ, നമുക്ക് പോവാം. വീട് ചേട്ടാ. നീ ആരെ തൊട്ടാണ് കളിക്കുന്നത്? ചേട്ടാ, എന്താ ഏട്ടാ അവിടുത്തെ പ്രശ്നം? അതിലെ ആ നീല ഷർട്ട് ഇട്ടവൻ മറ്റേ പുള്ളിയുടെ വൈഫിന്റെ ദേഹത്ത് തട്ടിന്ന് പറഞ്ഞ വഴക്ക്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള്. നീ വാ. നീ പോലീസ് വേണ്ട ചേട്ടാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാം സാറേ. പ്രശ്നമില്ല. ദേഹത്ത് വന്ന് ഇടിച്ചതും പോരാഞ്ഞിട്ടെ ഇവൻ പറഞ്ഞ് തോന്നിയ നിങ്ങൾ കേട്ടല്ലേ? ഞാൻ പറഞ്ഞ സത്യം തന്നെ. നീയൊക്കെ അനുഭവിക്കുമ്പോ പഠിച്ചു പോവാനല്ലേ പറഞ്ഞത്? നിനക്കല്ലായിരുന്നോ അമ്പലത്തിൽ വരാൻ മടി? ദേ നോക്ക്, ദൈവമായിട്ട് നിന്റെ കൺമുന്നിൽ ഇട്ട് തന്നത് കണ്ടോ? ചെന്ന് ഇടപെടടി അങ്ങോട്ട്. ഇതോടെ പ്രണവിന് നിന്നോട് മനസ്സലിവ് തോന്നണം. പോവാനല്ലേ പറഞ്ഞത്? വഴക്ക് വേണ്ട ചേട്ടാ, വിട്ടേക്ക്. ഇവിടെ നിക്കണ്ട. ഈ മനുഷ്യന്റെ ദേഹത്തെങ്ങാനും തൊട്ട് തന്നെ കഴിഞ്ഞാൻ വിട്ടും പോടോ. എന്റെ ഭർത്താവിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നീ ആരടാ? നീ ഇങ്ങനെ കുറിച്ച് എന്താ കരുതി വെച്ചേക്കുന്നേ? ഇവൻ നിങ്ങളുടെ ഭർത്താവൊക്കെ ആയിരിക്കും. പക്ഷെ ഇവൻ കാണിച്ചതും പറഞ്ഞതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അതൊക്കെ ഞാൻ അറിഞ്ഞു. കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം ദേഹത്ത് മുട്ടാനും പിടിക്കാനും നടക്കുന്നയാളല്ല എന്റെ ഭർത്താവ്. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്, കേട്ടോ? ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞു മാന്യന്മാരുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഇറങ്ങിക്കുന്നോ? ഞാനൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, താൻ അകത്തടന്ന് അഴിയണ്ണും. മനസ്സിലായോ? വാ പ്രണവേ, നമുക്ക് പോ. പഴയ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് നീ വലിയ രക്ഷയുടെ വേഷമൊന്നും കെട്ടാൻ നോക്കണ്ട. നിന്റെ ഉദ്ദേശം നടക്കാനും പോകുന്നില്ല. നീ ഞാനും പിരിഞ്ഞത് തന്നെയാ.